ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ബൈ കമലാദാസ് ആണ്. കമലാദാസ് ജനിച്ചത് കേരളത്തിലെ സൗത്ത് മലബാറിലാണ്. ഷീസ് എ ബൈലിംഗൽ റൈറ്റർ ആണ്. കമലാദാസ് ഈസ് എ കൺഫെഷണൽ പോയറ്റ് like the other conventional poets like Sylvia Plath and Judith Wright. So ഈ ആൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോം എടുത്തിട്ടുള്ളത് ഹെർ ഫസ്റ്റ് വോളിയം സമ്മർ ഇൻ കൽക്കട്ടയിൽ നിന്നാണ്. അപ്പോൾ ദി പോം ഡീൽസ് വിത്ത് ദ അസർഷൻ ഓഫ് ഫെമിനൈൻ റൈറ്റ്സ് ഇൻ എ പേട്രിയാർക്കൽ വേൾഡ്. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആറ്റിറ്റ്യൂഡ് ടു പൊളിറ്റിക്സ്, ഫൗണ്ടേഴ്സ് ഫോർ ഇംഗ്ലീഷ്, ദ അറ്റംപ്റ്റ്സ് ഓഫ് ദി പേട്രിയാർക്കി ടു restrict her rebellion against patriarchy, ഇതെല്ലാമാണ്. അപ്പം നമുക്ക് പോമിലേക്ക് പോവാം. I don't know politics, but I know the names of those in power and can repeat them like days of week or names of months, beginning with Nehru. I am Indian, very brown, born in Malabar. I speak 3 languages, write in 2, dream in 1. Don't write in English, they said. English is not your mother tongue. Why not leave me alone? Critics, friends, visiting cousins. അപ്പം ആദ്യം എന്താണ്, അവൾക്ക് പൊളിറ്റിക്സിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, പക്ഷേ പവറിലിരിക്കുന്ന ആൾക്കാരുടെ പേരൊക്കെ അറിയാം. അതായത് നമുക്ക് ഇപ്പം ആഴ്ചയിൽ സൺഡേ, മൺഡേ, അതേപോലെ അവരുടെ പേരുകൾ അറിയാം. പിന്നെ ഓരോ മാസത്തിലെ മന്ത്സ് ഉണ്ടല്ലോ, ജനുവരി, ഫെബ്രുവരി, അതേപോലെ അവരുടെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും പവറിലിരിക്കുന്ന ആൾക്കാരുടെ. അപ്പം ഫസ്റ്റ് നെഹ്റു അല്ലേ, നമുക്കറിയാം നെഹ്റു ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. അപ്പം നെഹ്റു തുടങ്ങി ഇപ്പോഴത്തെ ആൾക്കാരുടെ വരെ അറിയാമെന്നാണ് അവർ പറയുന്നത്. ഞാനൊരു ഇന്ത്യനാണ്, ബ്രൗൺ ആണ് അല്ലേ, നമുക്കറിയാം ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ബ്രൗൺ ആയിരിക്കാം, ചിലവർ എന്താണ് വൈറ്റ് ആയിരിക്കും, അങ്ങനെ ഉണ്ട്. പക്ഷേ ഇവർ പറയുന്നു, അപ്പം നമ്മുടെ പോയിറ്റ് പറയാണ്, അല്ലെങ്കിൽ സ്പീക്കർ പറയാണ് ബ്രൗൺ ആണ്, ഇന്ത്യനാണ്, മലബാറിലാണ് ജനിച്ചത്. അപ്പം മലബാറിൽ ജനിച്ചത് നമ്മുടെ കമലാദാസ് മലബാറിലാണ് ജനിച്ചത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും പോയിറ്റ് തന്നെയാണ് ഇവിടുത്തെ സ്പീക്കർ എന്ന്. അപ്പം 3 ലാംഗ്വേജസ് സംസാരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ആയിരിക്കും. റൈറ്റ് ഇൻ 2, അതായത് നമ്മുടെ കമലാദാസ് എഴുതുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ്. അപ്പോൾ ഡ്രീം ഇൻ 1, ചിലപ്പം ഡ്രീം ഇൻ 1 എന്നിവിടെ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എപ്പോഴും മാതൃഭാഷയിലായിരിക്കും നമ്മൾ സ്വപ്നം കാണുന്നത്, ചിലപ്പം മാതൃഭാഷയായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, അവർ പറഞ്ഞു ഇംഗ്ലീഷിലൊന്നും എഴുതല്ലേ അല്ലേ, നീ ഒരു മലയാളിയായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മദർ ടങ്ങിൽ എഴുതുന്നില്ല, ഇംഗ്ലീഷ് നിങ്ങളുടെ മദർ ടങ് അല്ല, മദർ ടങ്ങിൽ എഴുതുമെന്ന് പറയുവാണ്. അപ്പം നമ്മുടെ സ്പീക്കർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വെറുതെ വിട്ടുകൂടാ, നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് വിടൂ, എൻ്റെ പാർട്ടീനെ വിടൂ എന്നൊക്കെ പറയുവാണ് ക്രിറ്റിക്സിനോട്, ഫ്രണ്ട്സിനോടും, വിസിറ്റിംഗ് കസിൻസ്, ഇവരൊക്കെയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എവറി വൺ ഓഫ് യു, വൈ നോട്ട് ലെറ്റ് മീ സ്പീക്ക് ഇൻ എനി ലാംഗ്വേജ് ഐ ലൈക്ക്. അപ്പം പറയുവാണ്, എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സംസാരിക്കാൻ എന്നെ അനുവദിച്ചുകൂടാ. ദ ലാംഗ്വേജ് ഐ സ്പീക്ക്, ഞാൻ സംസാരിക്കുന്ന ഭാഷ അതെൻ്റേതാകുന്നു, അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രേഞ്ച് ക്യൂർനെസ്, അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു സവിശേഷത ഉണ്ടെന്നാണ് പറയുന്നത്. ഓൾ മൈൻ അലോൺ, ഇറ്റ് ഈസ് ഹാഫ് ഇംഗ്ലീഷ് ഹാഫ് ഇന്ത്യൻ, ഫണ്ണി പെർഹാപ്സ്, ബട്ട് ഇറ്റ് ഈസ് ഹോണസ്റ്റ്. ചിലപ്പോൾ അതൊരു പകുതി ഇംഗ്ലീഷ് പകുതി ഇന്ത്യൻ മിക്സ് ചെയ്ത ഒരു ഭാഷയായിരിക്കും, പക്ഷെ അത് തമാശയായിട്ടൊക്കെ തോന്നും, പക്ഷെ അത് ഹോണസ്റ്റാണ് അല്ലേ. ഇറ്റ് ഈസ് ഹ്യൂമൻ ആസ് I am human. Don't you see? It voices my joys, my longings, my hopes, and it is useful to me as coin is to crows or roaring to the lions. It is human speech, the speech of the mind that is here, not there, a mind that sees and hears and is aware. അപ്പോൾ ഇന്ന് പറയുന്നത് അത് എനിക്കൊരു സന്തോഷം തരുന്നുണ്ട്, ഹോപ്പ് തരുന്നുണ്ട് അല്ലേ. ഈ കാക്കകൾ എന്താണ് കോയിങ് ആണ് ചെയ്യുന്നത്, കാക്ക കരയുന്നത് കേൾക്കുക, കാക്ക എന്ന് പറഞ്ഞു. അതേപോലെ ലയൺസ് എങ്ങനെയാണ്, റോർ ചെയ്യുകയാണ്, ഗർജിക്കുകയാണ്. അതേപോലെ അതൊരു ഹ്യൂമൻ സ്പീച്ചാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്, അതെൻ്റെ മൈൻഡിൻ്റെ സ്പീച്ചാണ്. അപ്പം ആ മൈൻഡ്
കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവെയർ ആണെന്നാണ് പറയുന്നത്. നോട്ട് ദ ഡെഫ് ബ്ലൈൻഡ് സ്പീച്ച് ഓഫ് ട്രീസ് ഇൻ സ്റ്റോം ഓഫ് മൺസൂൺ ക്ലൗഡ്സ് ഓർ ഓഫ് റെയിൻ ഓർ ദി ഇൻകോഹറൻറ്റ് മട്ടറിങ് ഓഫ് ദി ബ്ലേസിങ് ഫ്യൂണറൽ ഫയർ എന്ന് പറയുന്നുണ്ട്. അതായത് അതൊരു ഡെഫ് ബ്ലൈൻഡ് സ്പീച്ച് അല്ല ട്രീസിൻ്റെ. അതായത് മൺസൂൺ ക്ലൗഡ്സ് ഓഫ് റെയിൻ, ഈ മൺസൂൺ സീസണിലെ ഈ സ്റ്റോം പോലെയല്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഐ വാസ് ചൈൽഡ് ആൻഡ് ലേറ്റർ ദേ ടോൾഡ് മീ ഐ ഗ്രൂ. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞാൻ വളർന്നു വന്ന്, ഞാൻ പൊക്കം വെച്ചു, എൻ്റെ ലിംസ് എല്ലാം എന്താണ് സ്വെൽഡായി, ആൻഡ് ഒന്നോ രണ്ടോ സ്ഥലത്ത് ഹെയർ സ്പ്രോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ ലവിന് വേണ്ടി ചോദിച്ചപ്പം എന്താണ് വേറെ എന്തിനെക്കുറിച്ചാണ് ചോദിക്കേണ്ടതെന്ന് അറിയാതെ ലവിന് വേണ്ടി ചോദിച്ചപ്പം ചോദിച്ചു. പിന്നെ ഹീ ഡ്രൂ എ യൂത്ത് ഓഫ് 16 ഇൻറ്റു ബെഡ്റൂം. ഒരു യൂത്ത് ഓഫ് അതായത് ടെൻഡർ ഏജ് ഓഫ് 16 ബെഡ്റൂമിലേക്ക് വലിച്ചിട്ടു. ആൻഡ് ക്ലോസ് ദ ഡോർ. ഹി ഡിഡ് നോട്ട് ബീറ്റ് മീ ബട്ട് മൈ സാഡ് വുമൻ ബോഡി ഫെൽസ് ഓഫ് എന്നെ അടിച്ചൊന്നുമില്ല, പക്ഷെ എൻ്റെ ആ വുമൻ ബോഡി ഭയങ്കരമായിട്ട് ബീറ്റ് ഓൺ ആയതുപോലെ ഫീൽ ചെയ്തു. വെയ്റ്റ് ഓഫ് മൈ ബ്രസ്റ്റ് ആൻഡ് വൂം ക്രഷ്ഡ് മീ. I shrank pitifully. Then I wore a shirt and my brother's trousers, cut my hair short and ignored my womanliness. അപ്പോൾ പറയുവാണ്, എനിക്ക് ഭയങ്കരമായിട്ട് പിറ്റി തോന്നി. എന്നിട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഞാനൊരു ഷർട്ടും ബ്രദറിൻ്റെ ഒരു ട്രൗസറും ധരിച്ചു. അതായത് ഒരു ടോയ് ബോയ് ലുക്കിൽ നടന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ഹെയർ ഞാൻ വെട്ടി എൻ്റെ അതായത് ആ സ്ത്രീത്വത്തിനെ ഇഗ്നോർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്കൊരു ബോയിനെ പോലെ നടക്കാനാണ് ഇഷ്ടം. അപ്പം വിമൺ എന്ന് പറയുമ്പോൾ ഒരു ഭാരമായിട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഡ്രസ് ഇൻ സാരി, ബി ഗേൾ, ബി വൈഫ് ദേ സെഡ് അല്ലേ. ഇപ്പം സൊസൈറ്റി നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, പെണ്ണുങ്ങളെപ്പോലെ നടക്കൂ, പെണ്ണുങ്ങളെപ്പോലെ ഇരിക്കും, സാരി കൊടുക്കാവുള്ളൂ, ഗേളാവൂ, വൈഫാവൂ, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എംബ്രോയിഡർ ആവൂ, കുക്കാവൂ, സെർവൻറ്റുമായിട്ട് വഴക്കിടൂ, ഫിറ്റിങ് അല്ലേ, നിങ്ങൾ സൊസൈറ്റിയിൽ ഫിറ്റ് ചെയ്യാൻ പറയുന്നു. ഓ ബിലോങ്, ക്രൈ ദ കാറ്റഗറൈസേഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇങ്ങനെ വിമൺ അങ്ങനെ ചെയ്യാവുള്ളൂ, ഇങ്ങനെ ചെയ്യാവുള്ളൂ, നമ്മൾ ഒരു പാട്രിയാർക്കി സൊസൈറ്റി തന്നെയാണ്. ഡോൺ സിറ്റ് ഓൺ വാൾസ് ഓഫ് പീപ്പിംഗ് ത്രൂ അവർ ലേസ് ഡ്രൈപ്ഡ് വിൻഡോസ്. ഒരിക്കലും ഈ മതിലയിലൊന്നും ഇരിക്കാൻ പാടില്ല. അതേപോലെ ഈ വിൻഡോസിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പാടില്ല. ബി ആമി ഓർ ബി കമല. ഈ ആമിയും കമലയൊക്കെ നമ്മുടെ ആരുടെ പേരാണ്? കമലാദാസിൻ്റെ പേര് തന്നെയാണ്. ഓർ ബെറ്റർ സ്റ്റിൽ ബി മാധവിക്കുട്ടി. അപ്പം നമുക്കറിയാം നമ്മുടെ കമലാദാസിന് ആമി എന്നുള്ള പേരുണ്ട്, കമല എന്നുണ്ട്, മാധവിക്കുട്ടി എന്നുണ്ട്, അതേപോലെ കമല സുരയ്യ എന്നുണ്ട്. ഇറ്റ് ഈസ് ടൈം ടു ചൂസ് എ നെയിം, എ റോൾ, ഡോൺ പ്ലേ പ്രിറ്റൻഡിങ് ഗെയിംസ്. അപ്പോൾ പറയാണ് ഒരു നെയിം ചൂസ് ചെയ്യാനായിട്ടുള്ള ടൈമായി. ഒരു പ്രിറ്റൻഡിങ് ഗെയിംസ് ഒന്നും പ്ലേ ചെയ്യാൻ പാടില്ല. ഡോൺ പ്ലേ അറ്റ് ഷിഷോപെർണിയ ഓർ ബി നിൻഫോ. ഡോൺ ക്രൈ എംബ്രേസിംഗ്ലി ലൗഡ് വെൻ ജിൽറ്റഡ് ഇൻ ലവ്. ഐ മെറ്റ് എ മാൻ, ഐ ലവ്ഡ് ഹിം, call him not by any name, he is every man. അപ്പോൾ പറയാണ് ഷിഷോപെർണിയ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഷിഷോപെർണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻ്റൽ ഇൽനെസ് ആണ്. അതായത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ആ തോട്ടും ഇമോഷനും ബിഹേവിയറും. അപ്പം അതാണ് ഷിഷോപെർണിയ. അതേപോലെ ഇവിടെ നിംഫോമാനിയാക് എന്ന് പറയുന്നുണ്ട് അല്ലേ. നിൻഫോ എന്ന് പറയുമ്പം അതൊരു വുമൻ വിത്ത് അബ്നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ഡിസൈസിനെയാണ് പറയുന്നത്. പിന്നെ ഞാനൊരു ആളെ കണ്ടു, ലവിലായി എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്, കോളിംഗ് നോട്ട് ബൈ എനി നെയിം എന്ന് പറയുന്നുണ്ട്. ഹീസ് എവ്രി മാൻ എന്ന് പറയുന്നുണ്ട്. കാരണം ഹീസ് യൂണിവേഴ്സൽ ആണ്. അപ്പം ഒരു മാനെ കണ്ടുമുട്ടി, ഹീസ് എവ്രി മാൻ ഹൂ വാണ്ട്സ്, എല്ലാ മാനിനും വേണ്ടിയിട്ടുള്ള ഒരാളാണ്. കാരണം അയാളൊരു മെയിൽ ഈഗോയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. എ വുമൻ ജസ്റ്റ് ആസ് ഐ ആം എവ്രി വുമൻ ഹൂ സീക്സ് ലവ് ഇൻ ഹിം ദ ഹംഗ്രി ഹേസ്റ്റ്. അപ്പം
എല്ലാ വുമണും എന്താണ് വേണ്ടത്? ലവ് ആണ് വേണ്ടത്. ഓഫ് റിവേഴ്സ് ഇൻ മീ ദ ഓഷൻസ് tireless waiting, who are you? I ask each and everyone. The answer is, it is I. Anywhere and everywhere I see the one who calls himself I in this world. He is tightly packed like the sword in his sheath. It is I who drink lonely drinks at all midnight in hotels of strange towns. It is I who laugh. It is I who make love. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സും ഓഷൻസും ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് നിങ്ങൾ അല്ലേ? ഞാൻ ഓരോരുത്തരോടും ചോദിച്ചു. ആൻസർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എനിവെയർ, എല്ലായിടത്തും, എവ്രിവെയർ. ഐ എന്നാണ് എല്ലാവരും അവരെ തന്നെ വിളിക്കുന്നത്. ഞാൻ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. ഞാൻ 12 മണിക്ക് ഡ്രിങ്ക് ചെയ്തു, അതും മിഡ് നൈറ്റിൽ ഹോട്ടൽസ് ഓഫ് സ്ട്രേഞ്ച് ടൗണിൽ. ഞാനാണ് ചിരിച്ചതുമൊക്കെ, ഞാനാണ് ലവ് മേക്ക് ചെയ്തത്. ആൻഡ് ദെൻ ഫീൽ ഷെയിം, ഇറ്റ് ഈസ് ഐ ഹൂ ലൈ ഡൈയിങ് വിത്ത് എ റാറ്റർ ഇൻ മൈ ത്രോട്ട്. ഐ ആം സിന്നർ, ഐ ആം സെയിൻറ്റ്. അപ്പം പറയുവാണ് അവർക്കൊരു ഷെയിം തോന്നി. അപ്പം ഞാൻ സിന്നറുമാണ് സെയിൻറ്റുമാണെന്ന് പറയുന്നുണ്ട്. സിന്നർ പാപം ചെയ്തവളുമാണ്, അതേപോലെ സെയിൻറ്റുമാണ്. ഞാൻ ബിലവഡുമാണ് ആൻഡ് ബിട്രയഡുമാണെന്ന് പറയുന്നുണ്ട്. എനിക്കൊരു ജോയ് തന്നെ ഇല്ല, ഒരു എഗ്സ് പോലും ഇല്ല. വിച്ച് ആർ നോട്ട് യോഴ്സ്, ഐ ടു കോൾ മൈസെൽഫ് ഐ. ഇതോടെയാണ് പൊം തീരുന്നത്. താങ്ക് യു.